Good afternoon. ഓക്കെ, പേരായി 12 പേരായി അല്ലേ? ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തത് വായിച്ചായിരുന്നു നിങ്ങള്? അന്ന് തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ വായിച്ചു വെക്കണം കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം എന്റെ ക്ലാസ് ഉള്ളൂ. അപ്പൊ ഇന്ന് പഠിച്ചത് അടച്ചു വെച്ചിട്ട് അടുത്ത ആഴ്ച തുറക്കാതെ അന്ന് തന്നെ ഒരു പ്രാവശ്യം വായിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, നോക്കി വായിച്ചായിരുന്നോ നിങ്ങള്? കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് വായിച്ചായിരുന്നോ? യെസ്. രജിത അവിടെ ഇട്ടിട്ടുണ്ട്, നിഷ ഇട്ടിട്ടുണ്ട്, കമ്മക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അവിടെ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് സോഴ്സുകളെ കുറിച്ചാണ്. ഇന്റേണൽ സോഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സ് ഉണ്ട്. ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജോബ് ഓപ്പണിംഗ് എങ്ങനെ ഫിൽ ചെയ്യുന്നത്? ചൂസിങ് ഫ്രം എ പൂൾ ഓഫ് എക്സിസ്റ്റിംഗ് വർക്കേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ആ സ്ഥാപനത്തില് നിലവിലുള്ള വർക്കേഴ്സ് അവരെ കൊണ്ട് തന്നെ ആ ജോബ് ഓപ്പണിംഗ്, അത് ജോബ് വേക്കൻസി ഫിൽ ചെയ്യുന്നു. അതാണ് ഇന്റേണൽ സോഴ്സ്. ആ സ്ഥാപനത്തിന്റെ അകത്ത് നിന്ന് തന്നെ എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു? അവരെ റിക്രൂട്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അതാണ് ഇന്റേണൽ സോഴ്സ്. അതിന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. അറിയാലോ, ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ എന്താണ്? ഇന്റേണൽ മൂവ്മെന്റ് വിത്തിൻ ദ സെയിം ഗ്രേഡ് ഫ്രം വൺ ജോബ് ടു അനദർ. ഒരു ഗ്രേഡ് മാറില്ല അല്ലെ? ട്രാൻസ്ഫർ ആയി സെയിം ഗ്രേഡിൽ തന്നെയാണ് ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയാണ്. ഇതാണ് ഇന്റേണൽ മൂവ്മെന്റ് വിത്തിൻ ദ സെയിം ഗ്രേഡ് ഫ്രം വൺ ജോബ് ടു അനദർ ഈസ് കോൾഡ് ട്രാൻസ്ഫർ. എന്നാ പ്രൊമോഷൻ ആണെങ്കിൽ എങ്ങനെയാണ്? The movement of employee from lower position to higher level position. ലോവർ പൊസിഷൻ, താഴെയിൽ നിന്ന് ഹയർ പൊസിഷനിലേക്ക് മാറുന്നു. അപ്പൊ അവരുടെ വർക്കിൽ വ്യത്യാസം വരും, റെസ്പോൺസിബിലിറ്റിയിൽ വ്യത്യാസം വരും, വാല്യൂ വ്യത്യാസം വരും, സാലറിയിൽ വ്യത്യാസം വരും. താഴെ പൊസിഷനിലായിരുന്നു, അത് കുറച്ചും കൂടി എക്സ്ട്രാ അടുത്ത ഒരു പൊസിഷനിലേക്ക് മാറുകയാണ്. ലോവർ ലെവൽ ടു ഹയർ ലെവൽ, അതാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ജോബ് പോസ്റ്റിംഗ് ആണ്. ജോബ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ആൻ ഇൻ-ഹൗസ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ഇൻ വിച്ച് നോട്ടീസ് ഓഫ് വേക്കന്റ് ജോബ്സ് ആർ പോസ്റ്റഡ് അറ്റ് ദ ഇമ്പോർട്ടന്റ് പ്ലേസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു? വേക്കന്റ്, ജോബ് വേക്കന്റിനെ കുറിച്ചുള്ള ഒരു നോട്ടീസുകൾ അത് പോസ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോ അത് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള മെത്തേഡാണ്. എംപ്ലോയർ എംപ്ലോയിയെ റിക്രൂട്ട് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഈസി ആയിട്ടുള്ളത്, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ജോബ് പോസ്റ്റിംഗ്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെയാണ് എംപ്ലോയി റെഫറൻസ്. എംപ്ലോയി റെഫറൻസ് using personal contact to fill a job opportunity is known as employee referral. Underline ചെയ്തോട്ടോ. എന്താണ് എംപ്ലോയി റെഫറൽ എന്ന് പറഞ്ഞാൽ? യൂസിങ് പേഴ്സണൽ കോണ്ടാക്ട് ടു ഫിൽ എ ജോബ് ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ നമ്മളൊരു പേഴ്സണൽ കോണ്ടാക്ട് ഉണ്ട് ഒരാളുമായിട്ട്, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, നമ്മുടെ റിലേറ്റീവ്സ് ആവാം, അവര് നമ്മള് ഇപ്പൊ ഞാനിപ്പോ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്, അവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട്സിനെയോ അല്ലെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെയോ ഒക്കെ എന്ത് ചെയ്യുന്നു? അവരെ ആ ഒരു പോസ്റ്റിലേക്ക് അവരെ ഞാൻ എന്ത് ചെയ്യുന്നു? പറയാണ്, റെക്കമെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് എംപ്ലോയി റെഫറൻസ് എന്ന് പറയുന്നത്. എംപ്ലോയി റെഫർ ചെയ്യുന്നു. Using personal contact to fill a job opportunity is known as employee referral. Underline ചെയ്തിട്ട് ഫസ്റ്റ് സെന്റൻസ്. It is a reference from an existing employee regarding the candidate. ആരെ കാൻഡിഡേറ്റ്സിനെ പറയുന്നത്? ആരാണ് റെഫർ ചെയ്യുന്നത്? എക്സിസ്റ്റിംഗ് എംപ്ലോയി. അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന, അവിടെ നിലവിലുള്ള എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു? കാൻഡിഡേറ്റ്സിനെ റെഫർ ചെയ്യുന്നു. നമ്മൾ പറയാണ്, ഇപ്പൊ ഞാൻ അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എന്റെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ആരെങ്കിലും ആ ഒരു പോസ്റ്റിലേക്ക് എനിക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം, റെഫറൻസ് പറയാം എനിക്ക്. Be it a friend or a close relatives. അത് ഫ്രണ്ട് ആവാം അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ആവാം. Then it is considered be an
It take one to know one approach. എന്താ പറഞ്ഞേക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വയം അറിയാവുന്ന ഒരാൾക്ക് സ്വയം അറിയാവുന്ന ഒരു സമീപനമായി ഇതിനെ കണക്കാക്കുന്നു. അതാണ് it considered to be an it takes one to know one approach. ഒരാൾക്ക് സ്വയം അറിയാവുന്ന ഒരു സമീപനമായി ഇതിനെ കണക്കാക്കുന്നു. എനിക്ക് അറിയാവുന്ന ആളെ ഞാൻ അവിടെ റെഫർ ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇത്രയും പേരുണ്ട്, ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, ഞാൻ എന്റെ ക്ലാസ്സിലെ കുട്ടിയാണ്, എനിക്ക് വേണ്ടി അനുവിനെ റെഫർ ചെയ്യാം. മനസ്സിലായോ? എനിക്ക് ഒരാൾക്ക് സ്വയം അറിയാവുന്ന ഒരു സമീപനമാണ് ഏത് എംപ്ലോയി റെഫറൽ എന്ന് പറഞ്ഞത്. എനിക്കറിയാം, എനിക്ക് അനുവിനെ കൂടുതൽ ഡീപ്പായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അനുവിനെ റെഫർ ചെയ്യുന്നത്. എനിക്ക് അറിയില്ലാത്ത ഒരാളെ എനിക്ക് ആ പോസ്റ്റിലേക്ക് റെഫർ ചെയ്യാൻ പറ്റൂലല്ലോ. അതാണ് a major problem with this method is that it's encourage favoritism. എന്താ ഒരു പ്രശ്നം ഈ എംപ്ലോയി റെഫറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ എന്താണ് ഒരു പ്രശ്നം പറഞ്ഞാൽ ഫേവറിറ്റിസം അല്ലെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്താ പക്ഷപാതം പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെ. ഇപ്പൊ എനിക്ക് സൂര്യ ഞാനുമായിട്ട് ഭയങ്കര തിക്ക് ഫ്രണ്ടാണ്. അപ്പൊ എനിക്ക് ഫേവർ, ഞാൻ ആരെയും ഫേവർ ചെയ്യാം? സൂര്യനെയാണ്. ഇത് എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് അല്ലെ ഒരു ഫേവറിറ്റിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു. എനിക്ക് പക്ഷപാതം കാണിക്കാൻ ഞാൻ കൂടുതൽ അറിയാവുന്ന കൊണ്ട് എന്താ ഇന്ന ആളെ ഞാൻ ആ പോസ്റ്റിലേക്ക് ഞാൻ റെഫർ ചെയ്യാണ്, ആ ഓഫീസിലേക്ക് ഞാൻ റെഫർ ചെയ്യുന്നു, സൂര്യനെ റെഫർ ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ അതെന്താണ് അതിന്റെ ഒരു മേജർ പ്രോബ്ലം എന്താ അണ്ടർലൈൻ ചെയ്തേ? A major problem with this method is that it encourages favoritism. അത് ഫേവറിറ്റിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. That is, candidates of one's community or caste are selected who may not be suitable for the job. ഒരു പ്രശ്നമുണ്ട് അങ്ങനെ വരുമ്പോൾ അല്ലെ. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എന്റെ സെയിം കാസ്റ്റിലുള്ള ആളെ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോ അവര് ആ ജോബിന് ചിലപ്പോ സ്യൂട്ടബിൾ ആവണമെന്നില്ല. മനസ്സിലായോ? അതിനേക്കാളും നന്നായിട്ടൊക്കെ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ വേറെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ഫേവർ ചെയ്ത ആളെ ഞാൻ റെഫർ ചെയ്യുമ്പോൾ അവര് ചിലപ്പോ ആ ജോബിന് സ്യൂട്ടബിൾ ആവുന്നില്ല. Who may not be suitable for the job. എന്താണ് അവര് ആ ജോലിക്ക് സ്യൂട്ട് ആവണമെന്നില്ല. ക്ലിയർ ആയോ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. യൂസിങ് പേഴ്സണൽ കോണ്ടാക്ട് ടു ഫിൽ എ ജോബ് ഓപ്പർച്യൂണിറ്റി ഈസ് നോൺ ആസ് എംപ്ലോയി റെഫറൽ. പിന്നെ അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്ന ഒരു പ്രശ്നം എന്താ? എംപ്ലോയി റെഫറലിന്റെ ഒരു പ്രശ്നം എന്താണ്? ഫേവറിറ്റിസം, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷപാതം അവിടെ വരികയാണ്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലോ നമ്മുടെ കാസ്റ്റിലോ ഉള്ള ആരെ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്താണ്? അവര് ചിലപ്പോ ആ ജോലിക്ക് സ്യൂട്ടബിൾ ആവണമെന്നില്ല. എന്നാണ് കേട്ടോ എംപ്ലോയി റെഫറൽ. നമ്മുടെ നിലവിലുള്ള ആ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്, നിലവിലുള്ള ജീവനക്കാർക്ക് തന്നെ ആ കമ്പനിയിലെ ഒഴിവുള്ള ഒരു തസ്തികയിലേക്ക് അവരുടെ ആ ഒരു നെറ്റ്വർക്കിൽ നിന്ന് യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സിനെ ശുപാർശ ചെയ്യുന്നു, റെഫർ ചെയ്യുന്നു, റെക്കമെൻഡ് ചെയ്യുന്നു. അതിനെയാണ് എംപ്ലോയി റെഫറൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഫോർമൽ എംപ്ലോയി. ഫോർമൽ എംപ്ലോയി എന്ന് പറഞ്ഞാൽ മുമ്പ് ഉണ്ടായിരുന്നവര് അല്ലെ. ഫോർമൽ എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷനിൽ മുമ്പ് ഉണ്ടായിരുന്നവരാണ് ഫോർമൽ എംപ്ലോയി എന്ന് പറയുന്നത്. Former employees are increasingly becoming a feasible source of recruitment as the employers mostly in contact former employees. Like former employees എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു നല്ലൊരു ചാൻസ് ആണ്. Is it feasible? സാധ്യമായ ഒരു സോഴ്സ് ആണ്. റിക്രൂട്ട്മെന്റ് ആസ് ദ എംപ്ലോയേഴ്സ് മോസ്റ്റ്ലി കോണ്ടാക്ട് ഫോർമർ എംപ്ലോയീസ് അല്ലെ. ഒരു വേക്കൻസിയില് ഒരു സ്ഥാപനത്തിന് ഒരു വേക്കൻസി ഉണ്ട്, അതിലേക്ക് നമ്മൾ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് ചിലപ്പോ നമ്മൾ മുന്നേ വർക്ക് ചെയ്യുന്നവരെ വിളിക്കാന്ന് പറഞ്ഞൊരു നല്ലൊരു സാധ്യമായ കാര്യമാണ്. They are more trusted as an internal source because they have a relationship with the company. അവരെന്താ കൂടുതൽ വിശ്വാസയോഗ്യരായിരിക്കും. ട്രസ്റ്റഡ്, അവര് കൂടുതൽ വിശ്വാസയോഗ്യരായിരിക്കും. എന്താ? ബിക്കോസ് ദേ ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ദ കമ്പനി. ആ കമ്പനിയില് അവരെന്താ നല്ലൊരു കമ്പനിയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവും. ഞാനൊരു 10 വർഷം വർക്ക് ചെയ്തത് ആ സ്ഥാപനത്തില്. അത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും കാരണം കൊണ്ട് ഞാൻ അവിടെ പോവാണ്. ഇനി വീണ്ടും എന്നെ തന്നെ വിളിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അല്ലെ ഇത്രയും വർഷം ഞാൻ 10 വർഷം നിന്ന ഒരു കാൻഡിഡേറ്റ്സ് ആണ്, സ്റ്റാഫ് ആണ്. അപ്പൊ എന്നെ തന്നെ വിളിക്കുമ്പോൾ കമ്പനിക്ക് എന്തായാലും ഒരു ലാഭം ഉണ്ടാവില്ലേ? അല്ലേ?
എല്ലാവർക്കും ഉണ്ടാവില്ലേ? പുതിയതായിട്ട് തന്നെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി എനിക്കറിയാം. ഞാൻ അവിടെ അത്രയും വർഷം ഞാൻ അവിടെ നിന്നതാണ്. ഞാനൊരു കമ്പനിയുടെ ഫോർമർ എംപ്ലോയി ആണ്. കണ്ടോ? അങ്ങനെ അവര് സെലക്ട് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അവര് കൂടുതൽ വിശ്വാസയോഗ്യരാകുന്നു. നമ്മൾ ഇത്രയും നാൾ നിന്നത് കൊണ്ട് തന്നെ കമ്പനിക്ക് നമ്മളുടെ വിശ്വാസമുണ്ട്. നമ്മൾ കൂടുതൽ ഇത് ഇന്റേണൽ സോഴ്സില് ഫോർമർ എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്താ കൂടുതൽ കമ്പനിക്ക് കൂടുതൽ വിശ്വാസയോഗ്യമാണ്. എന്തുകൊണ്ടാ? ആ കമ്പനിയുമായിട്ട് അവര് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. Many of the retired employees may be interested to return to work on a part-time basis. ഇനി റിട്ടയർഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ചിലപ്പോൾ അവർ താല്പര്യം കാണിക്കാം പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ, അല്ലെ? ഇത്ര സമയം 2 മണിക്കൂർ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു താല്പര്യം വേണമെങ്കിൽ അവർ കാണിക്കാം. ആ കമ്പനിയിൽ നിന്ന് റിട്ടയർഡ് ആയി പോയി, അപ്പൊ അത് ഫോർമർ എംപ്ലോയി ആണ്. അവര് വേണമെങ്കിൽ എന്താണ് ഇൻട്രസ്റ്റ് കാണിക്കാം. എന്താണ്? നമ്മൾ കുറച്ച് പാർട്ട് ടൈം ആയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ വേണമെങ്കിൽ അവർ താല്പര്യം കാണിക്കാം. ഓർ മേ പ്രപ്പോസ് someone who would like to work for the organization. എന്താണ്? നമ്മള് ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവര് അവരെയും വേണമെങ്കിൽ നമുക്ക് പറയാം. ഓർ മേ പ്രപ്പോസ് someone who would like to work for the organization. ആ സ്ഥാപനത്തില് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ താല്പര്യമുള്ളവര്, പ്രപ്പോസ് ചെയ്യുന്നവര്. At times, people who have left the company for upbringing their family or to complete college education are expected to return to the work after fulfilling their individual objectives. ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ഇനി നമ്മൾ ഈ കമ്പനിയുടെ ഇത് ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആ കമ്പനിയിൽ അവർ കുറച്ച് നാൾ വർക്ക് ചെയ്തു, പിന്നെ എന്നിട്ട് അവരെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പോകാം. അത് ചിലപ്പോൾ നമ്മുടെ ഫാമിലിനെ നമുക്ക് അപ്ബ്രിങ് ചെയ്യാം, ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടോ ചിലപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളായിട്ട് ചിലപ്പോൾ ജോലിയിൽ നിന്ന് പോയതായിരിക്കാം നമുക്ക്. അപ്പൊ അവർക്കുടെ ആ ഒരു അന്നത്തെ ഒരു അവസ്ഥ കാരണമോ അല്ലെങ്കിൽ or to complete college education are excited to return to work after fulfilling their individual objectives. ഞാനിപ്പോ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഹയർ സ്റ്റഡീസിന് എനിക്ക് അല്ലെങ്കിൽ കോളേജ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഹയർ സ്റ്റഡീസ് എനിക്ക് പോകേണ്ടി വരുന്നത്. അപ്പൊ ആ കാരണം കൊണ്ട് ജോലിയിൽ നിന്ന് പോയവരായിരിക്കാം. അവരപ്പൊ അവർക്കുടെ ആ എയിം, അവരുടെ ലക്ഷ്യം അവർ ഫുൾഫിൽ ചെയ്തതിനു ശേഷം വേണമെങ്കിൽ അവർക്ക് ആ കമ്പനിയിലേക്ക് മടങ്ങി വരാൻ താല്പര്യം കാണിക്കാം. അങ്ങനെയുള്ളവരും ആകാം. മനസ്സിലാവുന്നുണ്ടോ പറയണേ? അപ്പൊ ഇപ്പൊ ഞാൻ ആ കോഴ്സ് കഴിഞ്ഞു, 2 വർഷത്തേക്ക് കോഴ്സിനായിരുന്നു ഞാൻ പോയത്. ആ 2 വർഷം കോഴ്സ് കഴിഞ്ഞപ്പോ എനിക്ക് ഞാൻ പഴയ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യം കാണിക്കാം. എന്റെ ആ ഒബ്ജക്റ്റീവ്, എന്റെ ലക്ഷ്യം നിറവേറ്റി 2 വർഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞു തിരിച്ച് എനിക്ക് വേണമെങ്കിൽ എന്താണ് എനിക്ക് ആ കമ്പനിയിലേക്ക് വരാനുള്ള ഒരു ഇത് കാണിക്കാം. അങ്ങനെയുള്ളവരാകാം. Individual who had left the job earlier for other jobs may interested to return for higher salary package. അടുത്ത് നോക്കിയേ, ഇനി ചിലപ്പോ ഈ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തവരാവാം, നേരത്തെ വർക്ക് ചെയ്തവരാകാം. അപ്പൊ അവർക്ക് വേറൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടിയപ്പോ അവര് പോയി. അപ്പൊ അവരവിടെ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പഴയ കമ്പനിയില്ലേ അവരെന്ത് ചെയ്തു എന്നറിയോ? ചിലപ്പോ ആ കമ്പനി കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് വന്നപ്പോ സാലറി ചിലപ്പോ കൂട്ടി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അവിടെ ഇവിടെ വർക്ക് ചെയ്തപ്പോൾ എനിക്കൊരു 20,000 സാലറി ഉണ്ടായിരുന്നുള്ളൂ. സാലറി കുറവാന്ന് പറഞ്ഞ് ഞാൻ വേറൊരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോയി. അപ്പൊ ഞാൻ അവിടെ വർക്ക് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ പഴയ കമ്പനിയില് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ആയി കാര്യങ്ങൾ വന്നപ്പോ സാലറി അവിടെ കൂട്ടിക്കൊടുത്തു. അവിടെ ഒരു 50,000 സാലറി പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരു ആഗ്രഹം വരൂലേ ഈ കമ്പനിയിലേക്ക് അവനെ തിരിച്ചു വരാനായിട്ട്? ഇൻട്രസ്റ്റഡ് ടു റിട്ടേൺ ഫോർ ഹൈ സാലറി പാക്കേജ്. അപ്പൊ ആ കമ്പനിയില് സാലറി പാക്കേജ് കൂടി, സാലറി കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കമ്പനിയിലേക്ക് മടങ്ങി വരാനായിട്ട് താല്പര്യം ഉണ്ടാവും. അങ്ങനെയുള്ളവരാകാം. ഓക്കെ, ഫോർ അട്രാക്ടിങ് റിട്ടയർ or others who had worked earlier in the organization. ഇനി റിട്ടയർ ആയിട്ടുള്ളവര് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നേരത്തെ വർക്ക് ചെയ്തവര് അവര് യൂസ് ഓഫ് ജോബ് ഷെയറിംഗ്. ജോബ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ
എന്താണ് അവരുടെ ജോലി ഷെയർ ചെയ്യുന്നത്, ഷെയർ ചെയ്ത് കൊടുക്കുന്നത്, ജോബ് ഷെയറിങ് അങ്ങനെയോ അല്ലെങ്കിൽ ഫ്ലെക്സി ടൈം പ്രോഗ്രാംസ് ക്യാൻ ബി ബെനിഫിഷ്യൽ. ഫ്ലെക്സി ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവർ, എനിക്ക് 4 മണിക്കൂറാണ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് 2 മണിക്കൂറാണ്, മോർണിംഗ് എനിക്ക് 2 മണിക്കൂറാണ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഫ്ലെക്സി ടൈം പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. എന്താ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്, അല്ലെങ്കിൽ ജോബ് ഷെയറിംഗ്, അതൊക്കെ ഉപയോഗിക്കാം. അതൊക്കെ എന്താണ് അവർക്കൊരു ബെനിഫിഷ്യൽ തന്നെയാണ്, ക്യാൻ ബി ബെനിഫിഷ്യൽ. Recruiting former employees is beneficial in the sense that the organization already know about their work ethics. Le organization സംബന്ധിച്ച് ആ മുന്നുള്ള ഫോർമർ എംപ്ലോയിനെ അവിടെ വീണ്ടും റിക്രൂട്ട് ചെയ്യുന്നത് ബെനിഫിഷ്യൽ തന്നെയാണ്. എന്തുകൊണ്ടാ? ആ ഓർഗനൈസേഷൻ അറിയാം, എന്തറിയാം, അതായത് ആ ഓർഗനൈസേഷനെ കുറിച്ച് എംപ്ലോയിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോ അവരുടെ ആ സ്ഥാപനത്തിലെ വർക്ക് എത്തിക്സ് അതേക്കുറിച്ച് ആ എംപ്ലോയിക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് ചെയ്തോളും. പുതിയൊരാള് റിക്രൂട്ട് ചെയ്യുമ്പോഴോ അവർക്ക് ABCD ഒന്നേന്ന് തുടങ്ങി പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ ഫോർമർ എംപ്ലോയി ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അവര് ഓൾറെഡി അത്രയും വർഷം അവിടെ ജോലി ചെയ്തവരാണ്. അപ്പൊ കമ്പനിയുടെ വർക്ക് എത്തിക്സിനെ കുറിച്ച് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഫോർമർ എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്നത്, വീണ്ടും ആ ജോലിയിലേക്ക് വെക്കുന്നത് അവരെ സംബന്ധിച്ച്, ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്താണ് ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടത്. പിന്നെ അത് ആരൊക്കെ ആകാം ഫോർമർ എംപ്ലോയി എന്ന് പറയാനുണ്ടാവും. Many of the retired employees may be interested to return back our work on a part-time basis. പാർട്ട്-ടൈമില് തിരിച്ചു വരാനായിട്ട് താല്പര്യം ഉള്ള റിട്ടയർഡ് എംപ്ലോയീസ് ആവാം ഫോർമർ എംപ്ലോയീസ്. അല്ലെങ്കിലോ someone who would like to work for the organization, ആ ഒരു സ്ഥാപനത്തില് വർക്ക് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നവരാകാം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, നമ്മുടെ എന്തെങ്കിലും ഫാമിലിനെ ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കോളേജ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടോ ഒക്കെ ആ സ്ഥാപനത്തിൽ നിന്നും പോയവരാകാം. അവര് അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റിയതിനു ശേഷം അവർ വീണ്ടും ആ കമ്പനിയിലേക്ക് മടങ്ങി വരാനായിട്ട് അവർ ആഗ്രഹിക്കാം. പിന്നെ നമ്മള് നേരത്തെ കമ്പനിയിൽ ജോലി ചെയ്തവരാണ്, ഇവിടെ സാലറി കുറവാന്ന് പറഞ്ഞ വേറെ കമ്പനിയിലേക്ക് പോയവരും ആകാം. അപ്പൊ ഈ പഴയ കമ്പനിയിലെ സാലറി പാക്കേജ് കൂട്ടിയപ്പോൾ അവരെന്താ വീണ്ടും ആ പഴയ കമ്പനിയിലേക്ക് മടങ്ങി വരാൻ അവര് ആഗ്രഹിക്കാം. ഉണ്ടോ? അപ്പോ ഇതിനകത്ത് എന്താ ഇവരെ അട്രാക്ട് ചെയ്യാൻ, ഫോർ അട്രാക്ടിങ് റിട്ടയേഴ്സ് ഓർ അതർ ഹു ഹാഡ് വർക്ക് ഏർലിയർ ഇൻ ദ ഓർഗനൈസേഷൻ യൂസ് എന്തുപയോഗിക്കാം അവർക്ക്? ജോബ് ഷെയറിംഗ് ആൻഡ് ഫ്ലെക്സി ടൈം പ്രോഗ്രാം ക്യാൻ ബി ബെനിഫിഷ്യൽ. ആ സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഞാൻ ആ പിങ്കിൽ മാർക്ക് ചെയ്തിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള റിട്ടയർഡ് ആയിട്ടുള്ള നമ്മള് ആ കമ്പനിയിൽ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആ എംപ്ലോയി അവരെ അട്രാക്ട് ചെയ്യാൻ കമ്പനിക്ക് എന്ത് ഉപയോഗിക്കാം? ജോബ് ഷെയറിംഗ് ആൻഡ് ഫ്ലെക്സി ടൈം പ്രോഗ്രാം. അതൊക്കെ ബെനിഫിഷ്യൽ ആണ് അല്ലെ? അവരെ അട്രാക്ട് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ 2 മണിക്കൂറേ ജോലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി താല്പര്യം കാണിക്കൂലേ? ജോബ് ഷെയറിംഗ് ആണ്, ഫ്ലെക്സി ടൈം പ്രോഗ്രാം. നമുക്ക് സെലക്ട് ചെയ്യാം എത്ര മണിക്കൂർ ഏത് സമയമാണ് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത്, അത് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ആ ഫോർമർ എംപ്ലോയീസിനെ റിട്ടയർഡ് ആയിട്ടുള്ളവരെയൊക്കെ അവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റൂല, പ്രായം കൊണ്ടോ അല്ല മറ്റുള്ള അസുഖം കൊണ്ടൊക്കെ. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അവരെ ആ കമ്പനിയിലേക്ക് എന്താണ് അട്രാക്ട് ചെയ്യാനുള്ള ഓർഗനൈസേഷനെ സംബന്ധിച്ചുള്ള നല്ലൊരു കാര്യമാണ്. അത് ഓർഗനൈസേഷൻ എന്തായാലും ഫോർമർ എംപ്ലോയീസിനെ എടുക്കാന്ന് പറഞ്ഞാൽ എന്താ, അത് ബെനിഫിഷ്യൽ ആണ്. എന്തുകൊണ്ടാണ്? ആ കമ്പനിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം, കമ്പനിയുടെ എത്തിക്സിനെ കുറിച്ച് അറിയാം, കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഫോർമർ എംപ്ലോയീസിന് അറിയാം. പിന്നെ അവരെ ട്രെയിൻ ചെയ്യിക്കോ മറ്റുള്ളതൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ബെനിഫിഷ്യൽ ആണ്. അല്ലെ? റിട്ടയർഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിലും അവര് ഓക്കെയാണ്, ഹെൽത്ത് ഓക്കെയാണ് അല്ലെ? അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവര് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം കാണിക്കാം. അവിടെ നിങ്ങളുടെയൊക്കെ പരിചയത്തിൽ റിട്ടയർഡ് ആയിട്ടുള്ളവര് ജോലിക്ക് പോകല്ലേ?
അവര് പേഴ്സണലി അവര് ഫിറ്റ് ആണ്, അവർക്ക് സ്ട്രോങ് ആണ്, വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ അവർക്ക് പോകാലോ. റിട്ടയർഡ് ആയെന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ടൊക്കെ എന്തെങ്കിലും ജോലിക്ക് പോകാം. ഓക്കെ, ക്ലിയർ അല്ലേ കേട്ടോ? ഇനി അടുത്തതാണ് 5ാമത്തെ പോയിന്റ് ആണ് പ്രീവിയസ് ആപ്ലിക്കൻസ്. പ്രീവിയസ് ആപ്ലിക്കന്റ് എന്ന് പറഞ്ഞാലാ മുന്നേ അപേക്ഷ തന്നവർ, പ്രീവിയസ് ആപ്ലിക്കൻസ്. അവരെയും നമ്മൾ എന്താണ് ഈ ഇന്റേണൽ സോഴ്സിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താം. ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അതിൽ ഉൾപ്പെടുത്താം പ്രീവിയസ് ആപ്ലിക്കൻസ്. ഓക്കെ, അതായത് ഒരു പ്രത്യേക ജോബ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ജോബ് വേക്കൻസി ഉണ്ടായിരുന്നു, അതിലേക്ക് ആപ്ലിക്കേഷൻ തന്നവരാണ്. ഓൾറെഡി അവർക്കുടെ മറ്റുള്ള കാര്യങ്ങൾ, ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാം നമുക്ക്. പ്രീവിയസ് ആപ്ലിക്കൻസ്. Both the internal sources and the individual who have previously applied for the job can be reached again. അവര് വേണമെങ്കിൽ വീണ്ടും ആ ജോലിയിലേക്ക് വിളിക്കാം. നേരത്തെ കമ്പനിയിൽ ആപ്ലിക്കേഷൻസ് സമർപ്പിച്ചവരാണ്. അവർക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോ അവർക്ക് ജോലി കിട്ടാതെ പോയതായിരിക്കും. ചിലപ്പോ 5 പേര് മതിയെങ്കിൽ ആ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 5 പേര് എടുത്തു. 6ാമത്തെ നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുന്ന ആള് ഓക്കെ ആണെങ്കിൽ ഇനി അടുത്തൊരു ഒഴിവ് വരുമ്പോ നമുക്ക് എന്ത് എളുപ്പമില്ലേ? അവര് ഓൾറെഡി ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വെച്ചേക്കണല്ലേ. അപ്പൊ 6ാമത്തെ കാൻഡിഡേറ്റ്സിനെ നമുക്ക് വിളിക്കാലോ. ഇതാണ് പ്രീവിയസ് ആപ്ലിക്കന്റ് എന്ന് പറയുന്നത്. നേരത്തെ കമ്പനിയിൽ ആപ്ലിക്കേഷൻ സമർപ്പിച്ചു, പക്ഷെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ജോലി കിട്ടാതെ പോയവരില്ലേ, അവരാണ് അങ്ങനെ. അപ്പൊ വേക്കൻസി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നവർ, വോക്കിംഗ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരില്ലേ, അവർക്ക് ജോലി കൊടുക്കാം. ഇതാണ് പ്രീവിയസ് ആപ്ലിക്കൻസ്. Both the internal source and the individual who have previously applied for the job can be reached again. അപ്പൊ അവര് വീണ്ടും ആ ജോലിയിലേക്ക് വരാം. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ലേ, ഒരു പ്രാവശ്യം നമ്മൾ ഒരു ഇത് കൊടുത്തോ, അത് കഴിഞ്ഞ് അന്ന് ജോലി കിട്ടില്ല, പിന്നെ അടുത്തൊരു റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ വേക്കൻസി വരുമ്പോ വീണ്ടും നമ്മൾ അവിടെ തന്നെ അപ്ലൈ ചെയ്യില്ലേ? ചിലപ്പോൾ വേറെ പോസ്റ്റ് ആയിരിക്കും, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ കിട്ടിയാലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വീണ്ടും അവരെ പ്രതീക്ഷപ്പെടാം ആ ഒരു ഇതിലേക്ക്, പോസ്റ്റിലേക്ക്. It is a fast and cheap way to fulfill unpredicted or unexpected job vacancy. Underline ചെയ്തിട്ടത്. It is the fast, വേഗത്തിലുള്ളതും എന്നാൽ ചീപ്പ് ആയിട്ടുള്ള, അധികം എക്സ്പെൻസ് വരാത്തൊരു കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കി വരുമ്പോഴേ അൺപ്രഡിക്റ്റഡ് ഓർ അൺഎക്സ്പെക്ടഡ് ജോബ് വേക്കൻസി. പെട്ടെന്ന് ഒരു ജോബ് വേക്കൻസി വരികയാണ്, പ്രിഡിക്റ്റ് ചെയ്യാത്ത ഒരാള് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ആയി, ഒട്ടും അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, ആ പോസ്റ്റ് വെറുതെ ഇടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത, അൺഎക്സ്പെക്ട് ചെയ്യാത്ത, അൺപ്രഡിക്റ്റഡ് ആയിട്ട് നമ്മൾ അങ്ങനെ ഒഴിവ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രീവിയസ് ആപ്ലിക്കൻസിന് വേഗം വിളിക്കാലോ. നമ്മുടെ ലിസ്റ്റിലുണ്ട്, ഇന്റർവ്യൂ കഴിഞ്ഞൊക്കെ ഓക്കെ ആയിട്ട് ഇരിക്കുന്നവരാണ് അല്ലെ, പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് ജോലി കിട്ടാതെ പോയവരായിരിക്കും അവര്. അപ്പൊ വേണമെങ്കിൽ അവരെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇതാണ് ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിടുന്നുണ്ടോ? Candidates who have attended walk-in may also be considered. അതാണ് walk-in interview കഴിഞ്ഞില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. Earlier walk-ins are likely to be more appropriate for fulfill unskilled and semi-skilled job. ഇനിയിപ്പോ നമുക്ക് അധികം സ്കിൽ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ കുറച്ച് ഇതുള്ള ആളുകളൊക്കെ ഇല്ലേ, നമുക്ക് അങ്ങനെയുള്ളവരെ നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് നേരത്തെ ഇന്റർവ്യൂലൊക്കെ ചിലപ്പോ കുറച്ച് ഫിറ്റ് അല്ലായിരിക്കും അവര്, ആ ജോബിലേക്ക് ചിലപ്പോ അത്രയും സ്കില്ല് വേണ്ടായിരിക്കും, അല്ല അങ്ങനെ അത്രയും കഴിവ് ചിലപ്പോ കാണില്ല. അതുകൊണ്ടായിരിക്കും അവര് അന്ന് നമ്മള് അവോയ്ഡ് ചെയ്തത്, റിഫ്യൂസ് ചെയ്തത്. അങ്ങനെയുള്ളവരാവാം. More appropriate for filling unskilled and semi-skilled jobs. അതാണ് നമ്മള് അങ്ങനെയുള്ളതിൽ ചിലപ്പോ ഫില്ല് ചെയ്യാൻ അന്ന് ചിലപ്പോ അവർക്ക് ആ സ്കില്ല് ഉണ്ടാവുന്ന വരില്ല. ഓക്കെ, അപ്പൊ അതിനേക്കാളും ഫോർ എക്സാമ്പിൾ അവിടെ അടുത്ത സെന്റൻസ് പറയുന്നുണ്ട്, എ ഫേം വിച്ച് റിക്വയർ ടു പോസ്റ്റ് അക്കൗണ്ട്സ് മേ ബി കോൺടാക്ട് ദ പ്രീവിയസ് ക്വാളിഫൈഡ് ആപ്ലിക്കൻസ്. ഒരു നമുക്ക് ഈ ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾക്ക് നമുക്കത് ആ ഒരു കമ്പനിയിലേക്ക് നമുക്ക് 2 പോസ്റ്റ് അക്കൗണ്ടന്റുമാരെ നമുക്ക് വേണ്ടി ആവശ്യം വരുവാണ്. ഒരു സ്ഥാപനത്തിന് അതിന്റെ ആ ജോബ് ഫില്ല് ചെയ്യാനായിട്ട് 2 പോസ്റ്റ് അക്കൗണ്ടന്റ്സിനെ നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രീവിയസ്
ക്വാളിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ നമുക്ക് അതിലേക്ക് സെലക്ട് ചെയ്യാം. This particular action can fulfill the needs of the firm and in return will also help those individuals who are dissatisfied with their present job at another organization. കണ്ടോ, ഈ നമുക്ക് ഇനി ചില ഓർഗനൈസേഷനിലെ ഈ ഓർഗനൈസേഷന്റെ നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രത്യേക നടപടികൾ അതിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റാൻ നമുക്ക് ഈ ഇങ്ങനെയുള്ളത് സഹായിക്കും. ഈ പ്രീവിയസ് ആപ്ലിക്കൻസിനെ സെലക്ട് ചെയ്യാന്നുള്ളത് അത് ആ ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കും. അതുകൂടാതെ ഇപ്പൊ ഓർഗനൈസേഷനിലെ മറ്റൊരു ഓർഗനൈസേഷനിൽ ഇപ്പോഴത്തെ ജോലിയില് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അവരെയും ഇതിലേക്ക് വരാനായിട്ട്, ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞാല് നമ്മൾ വേറെ സ്ഥാപനത്തിൽ പോയി പക്ഷെ അവിടുത്തെ വർക്ക് എനിക്ക് ശരിയല്ല അല്ലെങ്കിൽ എനിക്ക് സാലറി കൊണ്ട് ഓക്കെ അല്ലെങ്കിൽ, അതാണ് വേറെ ഓർഗനൈസേഷനില് ഇപ്പൊ നിലവിൽ ജോലി ചെയ്യുന്ന ആളുകളില്ലേ അവര് ഡിസാറ്റിസ്ഫൈഡ് അസംതൃപ്തിയുള്ള വ്യക്തികളെയും ഈ പ്രീവിയസ് ആപ്ലിക്കൻസിനുള്ളത് സഹായിക്കും. ഇപ്പൊ ഞാൻ ഇതുപോലെ ഇന്റർവ്യൂ കഴിഞ്ഞ് എനിക്ക് ആ കമ്പനി തന്നെ കയറണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ അവിടെ എനിക്ക് കിട്ടിയില്ല. ഓക്കെ, യാദൃശ്യമായിട്ട് ഞാൻ വേറൊരു കമ്പനിയിൽ പോയി പക്ഷെ ആ കമ്പനി എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവിടെ സാലറി കൊണ്ട് ഒക്കൂല, വർക്കിംഗ് എനിക്ക് എന്റെ ആപ്റ്റ് ആയിട്ടുള്ളതല്ല. അങ്ങനെ വരുമ്പോ ഞാൻ തട്ടിമുട്ടിയൊക്കെ അവിടെ പോവാണ്. അപ്പോഴും ഇങ്ങനെ ഒരു സംഭവം നമ്മളെ ഇന്റർവ്യൂ കഴിഞ്ഞ കമ്പനിയിൽ നിന്ന് വീണ്ടും വിളിക്കാൻ പാടില്ലേ? ഇങ്ങനെയുള്ള അൺഎക്സ്പെക്ടഡ് അൺപ്രഡിക്റ്റഡ് ജോബ് വേക്കൻസി വരുമ്പോൾ വേഗം വിളിക്കാൻ പറ്റും. വിളിക്കുകയാണെങ്കിൽ എനിക്ക് ആ പുതിയ സ്ഥലത്ത് നിന്ന് എനിക്ക് അങ്ങോട്ടേക്ക് തന്നെ വരാലോ, ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന ആ കമ്പനിയിലേക്ക് തന്നെ വരാനായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഉണ്ടോ? അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടെ. അതിനകത്ത് ഞാൻ അവിടെ ഫാസ്റ്റ് ആൻഡ് ചീപ്പ് way to fulfill unpredicted or unexpected job vacancy. The previous applicants. അപ്പൊ നേരത്തെ കമ്പനിയില് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്, പക്ഷെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ജോലി കിട്ടാതെ പോയ ആളുകളാണ്. അവര് പെട്ടെന്ന് ഒരു ഒഴിവ് ആ കമ്പനിയിൽ വരുമ്പോൾ അവരെ വിളിക്കാം. അപ്പൊ കമ്പനിയെ സംബന്ധിച്ച് ചെലവ് കുറവല്ലേ? ചെലവ് കുറവായിരിക്കും വെച്ചാൽ ഓൾറെഡി പകുതി കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞതാണ്, ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. അപ്പൊ വേഗം തന്നെ കമ്പനിക്ക് എളുപ്പത്തിൽ അവരെ ആ പോസ്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്യാം. അതും ഒരു ഇന്റേണൽ സോഴ്സിൽ വരുന്നതാണ്, പ്രീവിയസ് ആപ്ലിക്കൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 5 എണ്ണാണ്ട് അതിനകത്ത് പറയുന്നത് ഓർത്ത് വെക്കുക. ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റില് ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ, ജോബ് പോസ്റ്റിംഗ്, എംപ്ലോയി റെഫറൻസ്, ഫോർമർ എംപ്ലോയി, പിന്നെ പ്രീവിയസ് ആപ്ലിക്കൻസ്. ഓക്കെ അല്ലേ? എഴുതിയില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഇനി എന്തൊക്കെയാ അവിടെ മെറിറ്റ്? ഇങ്ങനെ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് നമ്മൾ നടത്തി, അതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയേ. മെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആർ ആസ് ഫോളോസ്. ഇതിനകത്ത് മെറിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്ന് ചോദിക്കാം. ഒന്നാമത്തെയാണ് ഫെമിലിയാരിറ്റി. എന്താ ഫെമിലിയാരിറ്റി? നമുക്ക് നല്ല ഫെമിലിയർ ആണ്, നല്ല പരിചയമുണ്ട്, അതാണ് ഒന്നാമത്തെ കാര്യം. The organization and its members know each other very well. അതല്ലേ ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആ സ്ഥാപനത്തിന്റെ ഉള്ളിൽ തന്നെയാണ് ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് റിക്രൂട്ട് ചെയ്തത്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ? ആ കാൻഡിഡേറ്റ്സിന് കമ്പനിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മൾ അവിടെ ഓൾറെഡി വർക്ക് ചെയ്യാണ്, നമ്മൾ വേറെ പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഫോർമർ എംപ്ലോയി ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് എന്താണ് ആ കമ്പനിയെ കുറിച്ച് നന്നായിട്ട് അറിയാൻ പറ്റും. അതാണ് ഓർഗനൈസേഷനും അതുപോലെ അവിടുത്തെ മെമ്പറുകൾക്കും പരസ്പരം അറിയാൻ പറ്റും അല്ലെ? ആ സ്ഥാപനത്തിനും ആ കാൻഡിഡേറ്റ്സിനും അറിയാൻ പറ്റും. നമ്മുടെ ഇപ്പൊ ഫോർമർ എംപ്ലോയി ആയിക്കോട്ടെ അല്ലെ, അവര് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. രണ്ടുപേര് തമ്മിൽ നല്ല പരിചയമുണ്ട്. പുതിയ ഒരാളാവുമ്പോൾ കമ്പനിക്ക് അത്രയും പരിചയം ഉണ്ടാവില്ല. ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആവുമ്പോൾ കമ്പനിയും അയാളും തമ്മിൽ നല്ലൊരു പരിചയം ഉണ്ടാവും. The organization is aware of the capability and the skills of the candidates as they are insiders. അടുത്ത് നോക്കിയേ, ഓർഗനൈസേഷനെ കുറിച്ച് ആ ഒരു സ്ഥാപനത്തിന് അറിയാൻ പറ്റും. കാൻഡിഡേറ്റ്സിന്റെ ക്യാപ്പബിലിറ്റി എന്താണ്, സ്കിൽ എന്താണ്, ഇതേക്കുറിച്ച് ആ സ്ഥാപനത്തിന് അറിയാൻ പറ്റും ഉള്ളിലുള്ളത് കൊണ്ട്.
ഇപ്പൊ ഞാനിവിടെ ഇത്രയും വർഷങ്ങളായി ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ എന്നെ കുറിച്ച് ഇനി വേറെ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. 4-5 വർഷത്തോളായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇവിടത്തെ ഈ ഒരു കമ്പനിക്ക് എന്നെ അറിയാലോ, എന്റെ കേപ്പബിലിറ്റി എന്താണ്, എന്റെ സ്കിൽ എന്താണെന്നൊക്കെ അറിയാൻ പറ്റും ഇൻസൈഡ്. പുറത്തു നിന്ന് ഒരാള് വരുന്നതിനേക്കാളും ആ കമ്പനിയിലുള്ളിൽ തന്നെയുള്ള ഒരാളാണെങ്കിൽ എന്താണ് കമ്പനിക്ക് അയാളെ കുറിച്ചുള്ള അയാളുടെ കഴിവുകള്, കാപ്പബിലിറ്റി, സ്കിൽസ് ഇതെല്ലാം അറിയാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഓൺ ദ അതർ ഹാൻഡ്, മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ എംപ്ലോയി ആർ ഓൾസോ അവെയർ ഓഫ് ദ വർക്ക് പ്ലേസ് എൻവയോൺമെന്റ്. ഈ കമ്പനി എനിക്ക് പരിചയമല്ലേ, അല്ലെ? കമ്പനി ആ വർക്ക് പ്ലേസും പുതിയതല്ല, ഇവിടെ ഉള്ളിലുള്ള ആള് തന്നെയാണ്, ഇന്റേണൽ സോഴ്സ് ആണ്. അപ്പൊ ആ കമ്പനിയുടെ അന്തരീക്ഷത്തെ കുറിച്ച് ആർക്ക്, എംപ്ലോയീസിനും അറിയാൻ പറ്റും. ആൻഡ് റിക്വയർമെന്റ്സ് ഓഫ് ദ വേക്കന്റ് ജോബ്, ആ വേക്കന്റ് ജോബില് വേക്കൻസി ഉള്ള ജോബിന്റെ ആവശ്യകതകൾ, എന്തൊക്കെ കഴിവുകളാണ്, കാര്യങ്ങളാണ് വേണ്ടത്, ആ കമ്പനിയുടെ അന്തരീക്ഷത്തെ കുറിച്ച് എംപ്ലോയിക്കും അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഓർഗനൈസേഷനും എന്ത് ചെയ്യാൻ പറ്റും, കാൻഡിഡേറ്റ്സിനെ കുറിച്ചും അറിയാൻ പറ്റും. രണ്ടുപേരും തമ്മിൽ നല്ലൊരു പരിചയമുണ്ട്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഫെമിലിയാരിറ്റി, പരിചയം. ക്ലിയർ ആയോ? രണ്ടാമത്തെ സെന്റൻസ് രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോട്ടോ. 2, 3 അണ്ടർലൈൻ ചെയ്തു. കമ്പനിക്കും അറിയാം, കമ്പനിയെ കുറിച്ച് കാൻഡിഡേറ്റ്സിനും അറിയാം. രണ്ടുപേർക്കും അറിയാൻ പറ്റും. രണ്ടുപേരും തമ്മിൽ നല്ല പരിചയമുണ്ട്. പരിചയമുണ്ട്. പുതിയൊരാൾ വന്നു കഴിഞ്ഞാല്, പുറമേ നിന്നൊക്കെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അത്രയും ഇതില്ല, കമ്പനിനെ അറിയാൻ പറ്റൂല, കമ്പനിക്കും അവരെ അറിയാൻ പറ്റൂല. ഓക്കെ. ഇനി അടുത്തതാണ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഇന്റേണൽ ടാലന്റ്. ഇനി ഇന്റേണൽ ടാലന്റ്, അയാളുടെ ഉള്ളിലുള്ള കഴിവുകളെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്തെയാണ് കേട്ടോ, ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഇന്റേണൽ ടാലന്റ്. ആന്തരികമായിട്ടുള്ള അയാളുടെ ഉള്ളിലുള്ള കഴിവുകളെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. Depends on internal recruitment make it possible for the company to use the competencies of its employees in a better manner. നല്ല രീതിയിൽ ആ എംപ്ലോയീസിന്റെ കഴിവുകള് കമ്പനിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇന്റേണൽ റിക്രൂട്ട്മെന്റിലൂടെ കമ്പനിക്ക് എന്താ, എംപ്ലോയീസിന്റെ കഴിവുകള് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, some extraordinary employees may be deserving of promotion, or certain people might perform better if they switch to another job. Some extraordinary employees may be deserving എന്ന് വെച്ചാൽ അർഹതയുണ്ട്, പ്രമോഷൻ അർഹതയുള്ള extraordinary employees. Or certain people might perform better if they switch to another job. വേറെ ജോലിയിലേക്ക് അവരെ മാറ്റുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് പ്രമോഷനൊക്കെ കിട്ടുകയാണ്. പ്രമോഷൻ ഇപ്പൊ നല്ല കഴിവുണ്ട്, എക്സ്ട്രാ ഓർഡിനറി എംപ്ലോയി ആണ്, നല്ല കഴിവുള്ള ആളാണെന്ന് വിചാരിക്കാം. അപ്പൊ അവരെ എന്താണ്, നമുക്ക് ഒരു പർട്ടിക്കുലർ മേഖലയിൽ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. അപ്പൊ അവരെ ആദ്യം കൊണ്ടുവന്നൊരു ശിഥിലാക്കി ഇട്ടപ്പോ എന്താ പറയാ, അവരുടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ നമ്മൾ പ്രൊമോഷൻ വന്നു, അത് ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ആണ്. വേറെ പോസ്റ്റ് വന്നപ്പോ അയാളെ വേറെ പൊസിഷനിലേക്ക് ഇട്ടപ്പോ ചിലപ്പോ അയാൾക്ക് അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, അല്ലെ? ആ ജോലിയിൽ അവര് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ വന്നപ്പോ എന്നെ വേറൊരു പോസ്റ്റിലേക്കാണ്, ഇപ്പൊ ടെക്നിക്കലിലേക്കാണ് എന്നിട്ടെങ്കിൽ എനിക്ക് ചിലപ്പോ ഇത്രയും അവിടെ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെ? എന്ന് വെച്ചാൽ എനിക്ക് ടീച്ചിങ് ആണ്, അല്ലെങ്കിൽ ഇതാണ് എന്റെ ഒരു ടാലന്റ്. അപ്പൊ എന്റെ കറക്റ്റ് എനിക്ക് കഴിവുള്ള ഒരു മേഖലയിൽ തന്നെ എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂലേ, അല്ലെ? എനിക്കപ്പോ എനിക്ക് മാക്സിമം എനിക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റും. എന്നാ പറഞ്ഞേക്കുന്നത്, എക്സ്ട്രാ ഓർഡിനറി എംപ്ലോയീസിനെ അവര് ചിലപ്പോ പ്രമോഷൻ അർഹതയുള്ളവരായിരിക്കും. അവരെ നമ്മൾ എന്താണ്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ജോലിയിൽ നല്ല രീതിയിൽ കാഴ്ചവെക്കാം, മികച്ച പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ പറ്റും. ഓക്കെ, അവരെ ചിലപ്പോ മറ്റു ജോലിയിലേക്ക് അവരെ മാറ്റുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും.
better utilization of internal talent. മനസ്സിലായില്ലേ? അവരുടെ കഴിവുകൾ അനുസരിച്ച് ആ പോസ്റ്റൊക്കെ മാറ്റി കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോ എന്താ പറയാ അവർക്ക് നന്നായിട്ട് ആ കാൻഡിഡേറ്റ്സിന് ഉപയോഗിക്കാൻ പറ്റും. ബെറ്റർ യൂട്ടിലൈസേഷൻ, കാൻഡിഡേറ്റ്സിന് ആ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ ആയോ? രണ്ടാമത്തെ അതൊരു മെറിറ്റ് ആണ്. ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ അടുത്തൊരു മെറിറ്റ് ആണ്. എന്താണ്? ആ കാൻഡിഡേറ്റ്സിന് മാക്സിമം ഉപയോഗിക്കാൻ പറ്റും. എനിക്ക് പറ്റിയൊരു പോസ്റ്റിലേക്ക് കൊണ്ടുവന്ന് എന്നെ ഇടണമെങ്കിൽ, എനിക്ക് പറ്റിയൊരു ഇതിലേക്ക് ഇടുകയാണെങ്കിൽ അവിടെ എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ആ ഒരു പ്രൊമോഷൻ ആയിട്ടാണെങ്കിലും ആദ്യം നല്ലത് ചിലപ്പോ എനിക്ക് പറ്റില്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അതിന് പതുക്കെ ഇരിക്കുന്ന ആളായിരിക്കും. പക്ഷെ വേറെ ഇതിൽ എനിക്ക് എക്സ്ട്രാ ഓർഡിനറി കഴിവുണ്ടായിരിക്കും. ആ കഴിവ് മനസ്സിലാക്കിയിട്ട് കമ്പനി ആ ഒരു പോസ്റ്റിലേക്ക് എന്നെ സെലക്ട് ചെയ്യുമ്പോൾ കമ്പനിക്ക് ലാഭമാണ് അല്ലേ? ഞാൻ നന്നായിട്ട് എനിക്ക് കഴിവിന്റെ മാക്സിമം അത് നമ്മൾ അങ്ങനെയല്ലേ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഇതിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് നോക്കിയേ, എക്കണോമി, സാമ്പത്തികം. എക്കണോമി. The cost of recruiting internal employee is nominal. നോമിനൽ എന്ന് പറഞ്ഞാൽ എന്താ? പേരിന് മാത്രം. ഇന്റേണൽ റിക്രൂട്ട്മെന്റിൽ വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് മതിയെന്ന്, ഒരു പേരിന് മാത്രം മതിയെന്ന്, വലിയ ചെലവൊന്നും വരൂല. എന്താ? കമ്പനിയുടെ ഉള്ളിൽ തന്നെയാണ്. ഇന്റേണൽ സോഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ പുറത്ത് വേഗം പരസ്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. അപ്പൊ കമ്പനിക്ക് ആ കോസ്റ്റ് ഓഫ് റിക്രൂട്ടിംഗ് ഇന്റേണൽ എംപ്ലോയി എന്ന് പറയുന്നത് നോമിനൽ, പേരിന് മാത്രം വരുന്ന കാര്യമാണ്. And there is no need for company to spend a huge amount of money. കമ്പനിക്ക് ആ പൈസ, വലിയ എമൗണ്ട് പൈസ ചെലവാക്കുന്നതിന് ഒരു ആവശ്യം അവിടെ വന്നില്ല അല്ലേ? വേറെ പരസ്യങ്ങളൊക്കെ കൊടുക്കണോ? ഒന്നും കൊടുക്കണ്ട, ഇന്റേണൽ ആണ്. ഉണ്ടോ? ആൻഡ് ദെൻ ടൈം കുറച്ച് മതി. പുള്ളിയിൽ നിന്ന് തന്നെ ഒരാൾ അവിടെ എടുത്തിട്ട് പോരെ, വേറെ പരസ്യങ്ങൾ കൊടുത്ത് വേറെ ആൾക്കാർ വന്ന് ഇന്റർവ്യൂ നടത്തി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ട. പൈസയും കുറവ് മതി, ടൈമും കമ്പനിക്ക് കുറവ് മതി. ഇൻഫോർമിംഗ് ആൻഡ് റിമൈൻഡിങ് ഇറ്റ്സ് എംപ്ലോയി ടു അപ്ലൈ ഫോർ ദ ജോബ്. അറിയിക്കാനും ഓർമ്മപ്പെടുത്താനും എംപ്ലോയിക്ക് ആ ജോലിനെ അപ്ലൈ ചെയ്യാനായിട്ട് എംപ്ലോയിനെ ഓർമ്മപ്പെടുത്താനും അറിയിക്കാനും ഒക്കെ കമ്പനിക്ക് വരുന്ന ചെലവും ടൈമും കുറച്ച് മതി. ഏത്? ഇന്റേണൽ സോഴ്സ് ആകുമ്പോൾ. റിക്രൂട്ടിംഗ് ഇന്റേണൽ എംപ്ലോയി. മനസ്സിലായോ? അപ്പൊ സാമ്പത്തികം എങ്ങനെയാ? കുറച്ച് മതി. ഇന്റേണൽ എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കമ്പനിക്ക് പൈസ കുറച്ച് മതി. There is no need, ആവശ്യമില്ല for the company to spend a huge amount of money. വലിയ എമൗണ്ട് പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ല, ടൈം അധികം ചെലവാക്കേണ്ട ആവശ്യമില്ല. എന്തിനു വേണ്ടി? ജോലി അപ്ലൈ ചെയ്യാൻ എംപ്ലോയീസിനെ ഓർമ്മപ്പെടുത്താനും അറിയിക്കാനും കമ്പനിക്ക് പൈസയും ടൈമും ഒക്കെ കുറച്ച് മതി ഇന്റേണൽ സോഴ്സ് ആകുമ്പോൾ. ഓക്കെ, അതാണ് അന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഇനി അടുത്താണ് മോട്ടിവേഷണൽ വാല്യൂ. Employees feel motivated and encouraged through internal recruitment. Internal recruitmentലൂടെ എംപ്ലോയീസിന് എന്താവും? അവരെ മോട്ടിവേറ്റ് ചെയ്യാം. ആൻഡ് എൻകറേജ്, അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കാം. മോട്ടിവേഷണൽ വാല്യൂ ഉണ്ട്. എംപ്ലോയീസിന് പ്രചോദനവും പ്രോത്സാഹനവും കൊടുക്കും. എന്താണ്? ഇന്റേണൽ റിക്രൂട്ട്മെന്റ്. The employees work efficiently, കാര്യക്ഷമമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യും. In anticipation of getting promotion and transfer. Anticipation എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, എക്സ്പെക്ടേഷൻ, പ്രതീക്ഷ. എന്താ? നമുക്കറിയാലേ, നമ്മള് അത് ആ വർക്ക് നല്ല ഇപ്പൊ പറയാണ്, ഇതിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് അടുത്ത പോസ്റ്റിലേക്ക് ഒരു പ്രൊമോഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, പ്രൊമോഷണൽ ട്രാൻസ്ഫർ ഒക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ എംപ്ലോയീസ് നല്ലോണം വർക്ക് ചെയ്യില്ലേ? കാര്യക്ഷമമായി അവർ പ്രവർത്തിക്കും. ഈ പ്രൊമോഷനും ട്രാൻസ്ഫറും പ്രതീക്ഷിച്ചുകൊണ്ട് എംപ്ലോയീസ് എന്ത് ചെയ്യും? നല്ല വർക്ക് എഫിഷ്യന്റ്ലി, കാര്യക്ഷമമായി പ്രവർത്തിക്കും. അതാണ് ഒരു മോട്ടിവേഷൻ ആണ് അവിടെ. കമ്പനി ഒരു മോട്ടിവേഷൻ കൊടുക്കാം, കണ്ടോ, ഇത് നന്നായിട്ട് അല്ലെങ്കിൽ ഇത് ഇന്ന രീതിയിൽ പെർഫെക്ഷൻ ആയിട്ട് ചെയ്യുന്ന ആൾക്ക് പ്രൊമോഷൻ കിട്ടും, ആ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടും എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പ്രൊമോഷൻ ആഗ്രഹിക്കുന്നില്ലേ? അല്ലെ? നമുക്ക് സാലറി ഒക്കെ കൂടുതൽ കിട്ടൂല്ലേ പ്രൊമോഷൻ കിട്ടുമ്പോ? ട്രാൻസ്ഫർ എന്നൊക്കെ പറയുമ്പോൾ, ട്രാൻസ്ഫർ പ്രൊമോഷൻ എന്നൊക്കെ പറയുമ്പോൾ, അപ്പൊ അത് ആഗ്രഹിച്ചുകൊണ്ട്
ട്രാൻസ്ഫറും പ്രൊമോഷനൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയില് എംപ്ലോയീസ് നന്നായിട്ട് വർക്ക് ചെയ്യും അല്ലെ. അതായത് ഒരു മോട്ടിവേഷണൽ വാല്യൂ ഉണ്ട്. മോട്ടിവേറ്റഡ് ആൻഡ് എൻകറേജ്ഡ് ഇന്റേണൽ റിക്രൂട്ട്മെന്റ്. എംപ്ലോയീസിന് ആ ഒരു ഫീല് വരും, മോട്ടിവേഷൻ കിട്ടും, എൻകറേജ്, അവരെ പ്രോത്സാഹിപ്പിക്കും. അപ്പൊ നമ്മളാണെങ്കിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടാൻ ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ വേഗം വേഗം വർക്കുകൾ ചെയ്യും, നല്ല കാര്യം ഇതൊക്കെ ചെയ്യും. അപ്പൊ ഇത്രയാണ് ഇത് മെറിറ്റ്സ് പറയുന്നത്. രണ്ടാമത്തെ കമ്പനിയും ഓർഗനൈസേഷനും ഓർഗനൈസേഷനും എംപ്ലോയിയും തമ്മില് കാൻഡിഡേറ്റ്സും തമ്മില് നല്ല പരിചയമുണ്ട്. തിരിച്ചായ എംപ്ലോയിയും ഓർഗനൈസേഷനും തമ്മിൽ നല്ല പരിചയമുണ്ട്. പിന്നെ അവർക്കുടെ ഇന്റേണൽ ടാലന്റിനെ പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്നു. പിന്നെ സാമ്പത്തികം പറയുകയാണെങ്കിൽ ഇന്റേണൽ സോഴ്സിൽ സാമ്പത്തിക കോസ്റ്റ് കുറച്ച് മതി. പിന്നെ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ 4 പോയിന്റ്സ് മെറിറ്റ്സ്? ഓക്കെ ആണോ? ഋഷിക്ക് മാത്രമാണ് മനസ്സിലായോളൂ, അത് തമ്പിടാനുള്ള ഇതുകൊണ്ടാണ്. സൂര്യ ഓക്കെ ഓക്കെ എന്നിട്ടില്ലെങ്കിൽ ഒരു തമ്പൊക്കെ തന്നോട്ടാ. അതിൽ ഉച്ച കഴിഞ്ഞാണ് എല്ലാവരും ചോറൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് പുറത്ത് വന്നിരിക്കുന്നതാണ്. ഞാനാണെങ്കിൽ ഇവിടെ കിടന്ന് ഇങ്ങനെ ഒരു മണിക്കൂർ എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എനിക്കൊക്കെ ഒരു തമ്പൊക്കെ തന്നെ ഇടയ്ക്കൊക്കെ. ഓക്കെ ആണെങ്കിൽ മാത്രം, ക്ലിയർ ആണെങ്കിൽ മാത്രം ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? ഇനി അഥവാ മനസ്സിലായില്ല എന്നാണെങ്കിൽ അവരും മെസ്സേജ് അയക്കാം. മിസ്സേ ഒന്നുകൂടി അത് പറയണം, റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് പറയാം കേട്ടോ. 4 കാര്യങ്ങളാണ് മെറിറ്റ്സ് നമ്മൾ പറഞ്ഞത്. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? അടുത്ത പോവാം നമുക്ക് ഡിമെറിറ്റ്സിലേക്ക്. ഇനിയപ്പോ നമ്മൾ എല്ലാത്തിനും മെറിറ്റ്സും ഉണ്ട്, അപ്പൊ അതിന്റെ ഒരു ഡിമെറിറ്റ്സും ഉണ്ട് അല്ലെ. ഗുണങ്ങൾ മാത്രമല്ലല്ലോ, ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം, എന്തെങ്കിലും ഉണ്ടാവാം. ഓക്കെ, എന്തൊക്കെയാണ് ഡിമെറിറ്റ്സ്? ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ്? Demerits of internal source of recruitment are the follows. താഴെ പറയുന്നതാണ് demerits. Restricted choice, നിയന്ത്രിതമായിട്ടുള്ള ചോയ്സ്. ഇതാണ് restricted choice, നിയന്ത്രിതമായ ചോയ്സ്. എന്താണ് നോക്കിയേ? Internal recruitment is limited in scope. Limited scope അണ്ടർലൈൻ ചെയ്തോട്ടോ. Internal recruitment is limited scope. സ്കോപ്പ് കുറവാ. എന്താ സ്കോപ്പ് കുറവാന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമ്പനിയിൽ 50 പേരൊക്കെ ഉള്ളൂ ഇന്റേണൽ. അപ്പൊ അവരെ തന്നെ നമ്മൾ വയ്ക്കുമ്പോ 50 പേരിന്നല്ലേ നമുക്ക് ഇപ്പൊ പ്രൊമോഷൻ നമ്മൾ കൊടുത്തു. 50 പേരിന പ്രൊമോഷൻ ഒരാളേക്ക് ആയിരിക്കും 2 പേരെയൊക്കെ കൊടുക്കുന്നത്. അതായത് അതിന് ലിമിറ്റഡ് ആണ്. ഇപ്പൊ കമ്പനിയുടെ പുറത്ത് കുറെ ആളുകൾ ഉണ്ടാവും അല്ലെ, അവരെക്കായി നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള, സ്കില്ലുള്ള, ടാലന്റ് ഉള്ള കുറെ ആളുകൾ ഉണ്ടാവും. അവരെ നോക്കുന്നില്ലല്ലോ അല്ലെ. ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മള്, ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ആണ്. അതാണ് ആ ലിമിറ്റഡ് സ്കോപ്പ് എന്ന് പറയുന്നത്. അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. It limit the alternatives and the freedom of the firm in selecting the most appropriate candidates for the vacancy. കണ്ടോ എന്താണ് ആ നമുക്ക് ഇത് ആ ഒരു ഓർഗനൈസേഷന്റെ ഫ്രീഡത്തെ, ഈ നമ്മള് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഓർഗനൈസേഷന്റെ ഫ്രീഡത്തെയും പല മാർഗങ്ങളെയും, ഇതര മാർഗങ്ങളുണ്ട്. ഇത് കൂടാതെ നമുക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കാം അല്ലെ, തേർഡ് പാർട്ടി വഴി അതൊക്കെ നമ്മൾ അടുത്ത് പറയുന്നുണ്ട്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടത്താം, ഇതൊക്കെ ചെയ്യാം നമുക്ക്. അങ്ങനെ കാൻഡിഡേറ്റ്സിനെ എടുക്കാം. അങ്ങനെ ഒന്നും പറ്റൂലല്ലോ. ഇന്റേണൽ സോഴ്സിൽ ഇപ്പൊ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടത്താൻ പറ്റുമോ? ഇല്ല. ആ കമ്പനിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മൾ അവരെ സെലക്ട് ചെയ്യാൻ പോകുന്നത് അല്ലെ. ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തുണ്ടെന്നാ പറഞ്ഞേക്കണേ, അവിടെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. കമ്പനിയുടെ ഫ്രീഡത്തെ കൂടുതൽ അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനുള്ള മറ്റു മാർഗങ്ങളെ അതൊക്കെ ആ ഫ്രീഡം ഇല്ല. ആ ഫ്രീഡത്തെ ലിമിറ്റ് ചെയ്യുന്നു, പരിമിതപ്പെടുത്തുന്നു. അണ്ടർലൈൻ ചെയ്തോ? ബിക്കോസ് ഓഫ് ദ കമ്പനി may not be able to select the best option available outside the organization. എന്താ പറഞ്ഞേക്കുന്നേ? Because of that the company may not be able. കമ്പനിക്ക് എന്താണ് പറ്റില്ല? ബെസ്റ്റ് ഓപ്ഷൻ അവൈലബിൾ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ആ സ്ഥാപനത്തിന് പുറമെ നമുക്ക് നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നല്ല അറിവുള്ള, നല്ല ടാലന്റ് ആയിട്ടുള്ള, നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആ കാൻഡിഡേറ്റ്സ് പുറത്തുണ്ടാവും. പക്ഷെ അവരെ എടുക്കാൻ പറ്റുന്ന കമ്പനിക്ക്
അവരെടുക്കാൻ പറ്റില്ല. may not be able to select best option. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ കമ്പനിക്ക് പറ്റില്ല. എവിടെയുള്ളത്? പുറമെയുള്ള ബെസ്റ്റ് ഓപ്ഷന് സെലക്ട് ചെയ്യാൻ കമ്പനിക്ക് പറ്റില്ല. അതാണ് ഒന്നാമത്തെ ഒരു ലിമിറ്റേഷൻ. റെസ്ട്രിക്റ്റഡ് ചോയ്സ്, നിയന്ത്രിതമായ തിരഞ്ഞെടുപ്പ്. ചോയ്സ് കുറവുള്ളൂന്ന്. ഇപ്പൊ നമ്മളിന്ന് റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ ക്ലാസ്സിൽ 15 പേരുണ്ട്. ആ 15 പേരിൽ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ പുറത്ത് വേറെ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും. പക്ഷെ കമ്പനിക്ക് ആ ഫ്രീഡം ഇല്ല, അതിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. കമ്പനി ആ ഫ്രീഡം, ആ ഓർഗനൈസേഷന് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ വേറെ മാർഗങ്ങള് അതിനെയൊക്കെ എന്ത് ചെയ്യുന്നു? ലിമിറ്റ് ചെയ്യുന്നു. അപ്പോ എന്താ പറഞ്ഞേക്കുന്നത്? ബിക്കോസ് ദ കമ്പനി may not be able to സെലക്ട് ചെയ്യാൻ പറ്റില്ല. നല്ല ഓപ്ഷൻ, പുറമെയുള്ള നല്ല ബെസ്റ്റ് ഓപ്ഷനെ സെലക്ട് ചെയ്യാൻ കമ്പനിക്ക് പറ്റില്ല. അതാണ് ഒന്നാമത്തെ ലീഗൽ. ക്ലിയർ ആയോ? അക്ഷര, രചിത, ഷീജ, ഓക്കെ, വിദ്യ, സ്ക്രീനിൽ കാണുന്നവരെയാണ് വിളിച്ചത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയ രണ്ടാമത്തെയാണ്. അപ്പൊ അല്ലാതെ എന്താണ് ലിമിറ്റേഷൻ പറഞ്ഞ? നമ്മള് റെസ്ട്രിക്റ്റഡ് ചോയ്സ് ലിമിറ്റേഷൻ ഉണ്ട്. പുറമേ നിന്ന് ആകെ എടുക്കാൻ പറ്റില്ല. അത് കമ്പനിക്ക് ആ ഒരു ലിമിറ്റേഷൻ അവിടെ ഉണ്ട്. രണ്ടാമത്തെയാണ് ഇൻബ്രീഡിങ്. Too much depends of the company on internal recruitment, significance that the company is not looking to hire new applicants from outside. കമ്പനി ഇന്റേണൽ റിക്രൂട്ട്മെന്റിനെ അമിതമായി ആശ്രയിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥാക്കുന്നത്? എന്താണ്? അവര് കമ്പനി പുറമെ നിന്ന് പുതിയ ആപ്ലിക്കൻസിനെ ഹയർ ചെയ്യാനായിട്ട് നോക്കുന്നില്ല എന്നല്ല അർത്ഥം, അല്ലെ? പുറത്തു നിന്നുള്ള ആപ്ലിക്കൻസിനെ നിയമിക്കാൻ കമ്പനി ആഗ്രഹിക്കുന്നില്ല. അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇൻബ്രീഡിങ്, ഉള്ളിൽ നിന്ന് എണ്ണി എടുക്കാനാണ് ഇഷ്ടമാണ്. Too much depends of the company internal recruitment. ഇന്റേണൽ റിക്രൂട്ട്മെന്റിനെ കമ്പനി അധികം ആശ്രയിക്കുക എന്നുള്ളത് എന്താണ് കാണിക്കുന്നത് അവിടെ? കമ്പനി is not looking to hire new applicants from outside. പുറമേ നിന്ന് ആപ്ലിക്കൻസിനെ ഹയർ ചെയ്യാൻ കമ്പനി നോക്കുന്നില്ല. അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് may lack dynamism. ഇപ്പൊ നിലവിലുള്ള എംപ്ലോയീസിലെ അവർക്ക് ചലനാത്മകത, ഡൈനാമിസം കുറവാണ് എന്ന് പറയുന്നേക്കുന്നത്. അതായത് ഇവിടെ പറയുന്നത് നോക്കിയേ, even if they are promoted or transferred, they may continue to work and behave the similar way as that of the previous post. നിലവിലുള്ള എംപ്ലോയീസിനെ നമ്മളൊരു സ്ഥാനക്കയറ്റം കൊടുത്തു എന്ന് വെക്കാം. അപ്പൊ ചിലപ്പോ അവര് പഴയതിൽ എന്താ അവര് ചെയ്തത് അതേപോലെ ആ വർക്കിൽ കണ്ടിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ആ സിമിലർ പഴയ പോസ്റ്റിനെ പോലെ അവര് ബിഹേവിയർ ചെയ്യാനും അതിനാണ് അവര് ഇത് താല്പര്യം കാണിക്കുന്നത്. നിലവിലുള്ള എംപ്ലോയീസിന് നമ്മളൊരു പ്രൊമോഷൻ, ഒരു സ്ഥാനക്കയറ്റം കൊടുത്താലും അവർ ആ പഴയ ജോലി തുടരുകയും അതുപോലെ പ്രീവിയസ് പോസ്റ്റിൽ എങ്ങനെയായിരുന്നു അവരുടെ ജോലി, അവരുടെ ബിഹേവിയർ എങ്ങനെയായിരുന്നു അതുപോലെ പെരുമാറാനും ശ്രമിക്കും. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്, മാനേജറിനെ നമ്മൾ സീനിയർ മാനേജറിന്റെ പോസ്റ്റിലേക്ക് ആക്കി, പ്രൊമോട്ട് ചെയ്തു. മാനേജർ ആയിരുന്നു, അദ്ദേഹത്തെ സീനിയർ പോസ്റ്റിലേക്ക് ആക്കി. അപ്പൊ ചിലപ്പോ ആ സീനിയർ മാനേജർ എന്നുള്ള പോസ്റ്റിൽ ഇരുന്നാലും ചിലപ്പോ പഴയ പോസ്റ്റ്, അതായത് മാനേജറിനെ പോലെ തന്നെ, മാനേജറിന്റെ ജോബ് പോലെ തന്നെ ചിലപ്പോ ഇവിടെയും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും. അതാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. പുതിയ ജോലിയിലേക്ക് അവർ കയറ്റിയാലും ചിലപ്പോ അവര് പഴയ ജോലിയിൽ തന്നെ അതേ വർക്കുകളും അതേ ബിഹേവിയറും ഒക്കെ ചെയ്യാൻ അവർ ശ്രമിക്കും. എന്നാൽ പുതിയൊരു കാൻഡിഡേറ്റ്സിനെ ആണെങ്കിൽ ആ പ്രശ്നം വരില്ല. അവര് ഫ്രഷേഴ്സ് ആണ്. ഫ്രഷ് ആ പുതിയ പോസ്റ്റിലേക്ക് വരുമ്പോൾ പണ്ട് എന്താണോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതെന്ന് അവർക്ക് നോക്കണ്ട. പുതിയ കാര്യം എന്താണ്, അവര് ഫ്രഷ് ആയിട്ട് അതില് എൻഗേജ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ കിട്ടിയോ? ഇൻഗ്രീഡിയന്റ് എന്താണുള്ളത്? ഓക്കെ, എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് ചലനാത്മകത, പെട്ടെന്ന് മാറാൻ ചിലപ്പോൾ അവര് പറ്റൂലല്ലോ, അവർക്ക് ഡൈനാമിസം കുറവാണ്. അവരെ പുതിയ പോസ്റ്റിലേക്ക് മാറ്റോ ഒക്കെ ചെയ്താലും അവരെന്താ പഴയ പോസ്റ്റില് പഴയ മാനേജറിൽ എന്താ ചെയ്ത അതിനകത്തും ആ ബിഹേവിയറൊക്കെ ചിലപ്പോ അവര് പെട്ടെന്ന് നമ്മൾ അറിയില്ലേ, പെട്ടെന്ന് എടുത്ത് മാറ്റുമ്പോൾ ചിലപ്പോ അവർക്ക് പെട്ടെന്ന് ആ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് മാറാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ പഴയതുപോലെ അവര് പ്രവർത്തിക്കാം. അതും ഇതാണ് ഒരു ഡീഫറൻറ്റ് ആണ്.
ഇനി അടുത്ത് നോക്കിയേ, ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ഇല്ലാന്ന്, ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. Employees possibility assume that automatic promotion on the basis of the seniority, as there is lack of competition from the competent talented candidates present outside. ഇവിടെ കോമ്പറ്റീഷന്റെ ആവശ്യമുണ്ടോ? പുറമേ നിന്നുള്ള കാൻഡിഡേറ്റ്സിന് കോമ്പറ്റീഷന്റെ ആവശ്യമില്ല. വെച്ചാൽ നമ്മൾ എന്താണ് ഈ അവിടെ കമ്പനിയിൽ ഓൾറെഡി നിലവിലുള്ള ജോലിക്കാരില്ലേ, ഒരു പോസ്റ്റ് പ്രൊമോഷൻ, ഒരു പുതിയ മാനേജറിന്റെ ഒരു പോസ്റ്റിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസില്ലേ, അവര് ചിലപ്പോ അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത് വേറൊന്നുമല്ല, സീനിയോറിറ്റിയുടെ ബേസിലായിരിക്കും അവിടെ കൊടുക്കുന്നത്. ഇത്ര 10 വർഷം കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റിലേക്ക്. അപ്പൊ പിന്നെ അവർക്ക് ഇടയിൽ പോലും കോമ്പറ്റീഷന്റെ ആവശ്യമുണ്ടോ? അവര് 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമുക്കറിയാം പ്രൊമോഷനാണ്, അടുത്ത പോസ്റ്റിലേക്ക് നമ്മൾ കയറുമെന്ന് അറിയാം. പിന്നെ അതുപോലെ തന്നെ കമ്പനിയുടെ പുറത്ത് നിന്നുള്ള ആളുകൾക്ക് കോമ്പറ്റീഷന്റെ ആവശ്യമുണ്ടോ? There is lack of competition from competent candidates present outside. പുറമേ ഉള്ള ആളുകൾ അവിടെ കോമ്പീറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഈ കമ്പനിയിൽ ഇത്രയും വർഷം നിന്നവർക്ക് ആ സീനിയോറിറ്റിയുടെ ബേസിലാണ് ആ പോസ്റ്റ് പോകുന്നത്. അപ്പൊ പിന്നെ പുറമേ ആരെങ്കിലും തള്ളിക്കയറിയിട്ട് കാര്യമുണ്ടോ? അവര് തമ്മിൽ പുറമെ ഔട്ട്സൈഡേഴ്സ് കോമ്പീറ്റ് ചെയ്തത് കൊണ്ട് ഒരു കാര്യമില്ല. കാരണം കോമ്പറ്റീഷൻ ഇല്ല, ആബ്സെൻസ്. Therefore, they may have no desire to prove them again and again. അപ്പൊ അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിനായിരിക്കും അവരുടെ കഴിവുകൾ വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവർക്കറിയാലോ എപ്പോഴാ പുതിയ പ്രൊമോഷൻ, അത് പ്രൊമോഷൻ തന്നെ സീനിയോറിറ്റിയുടെ ബേസിൽ 5 വർഷം നിന്ന്, എനിക്ക് 5 വർഷം കഴിഞ്ഞു, ഞാൻ സീനിയർ ആണെങ്കിൽ എന്നെ അടുത്ത പോസ്റ്റിൽ കയറ്റുക. പിന്നെ അവര് വീണ്ടും വീണ്ടും ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്താലേ എനിക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല അവിടെ. അല്ലെങ്കിൽ അടുത്ത പ്രൊമോഷൻ എനിക്ക് കിട്ടുള്ളൂന്നില്ല. സീനിയോറിറ്റി ആണ് അവിടെ നോക്കണ കാര്യം. അപ്പൊ കോമ്പറ്റീഷൻ ഇല്ല, കോമ്പറ്റീഷന്റെ ആവുന്നുണ്ട്. പുറത്തു നിന്നുള്ള കാൻഡിഡേറ്റ്സിൽ നിന്ന് കോമ്പറ്റീഷന്റെ അവർക്ക് കോമ്പറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അഭാവം ഉള്ളതിനാൽ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എംപ്ലോയീസിന് പ്രൊമോഷൻ നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പൊ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞു. 8 വർഷം നിന്നു, പ്രൊമോഷൻ കിട്ടി, ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൊമോഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ അവർക്ക് വീണ്ടും വീണ്ടും അവരുടെ കഴിവുകൾ തെളിയിക്കേണ്ട ആവശ്യമില്ല. കോമ്പറ്റീഷൻ കുറവാണ്. അതായത് അവർക്ക് അറിയാം പ്രൊമോഷൻ കിട്ടുന്നത് എങ്ങനെയാ, സീനിയോറിറ്റി ബേസിലാണ്. ഓക്കെ, അതുകൊണ്ട് കോമ്പറ്റീഷന്റെ കുറവ്. ഇതൊരു ഡിബേറ്റ്. ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. ഇനി അടുത്തതാണ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ സംഘർഷം. സംഘർഷം അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? Employees possibility assume that the automatic promotion on the basis of seniority. സീനിയോറിറ്റിയുടെ ബേസിലാണ് അവർക്ക് പ്രൊമോഷൻ കിട്ടുന്നത് എന്ന് കാൻഡിഡേറ്റ്സിന് അറിയാം. അപ്പൊ എന്താ, ഒരു കോമ്പറ്റീഷന്റെ ഒന്നും അവിടെ ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്തതാണ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സംഘർഷം. കോൺഫ്ലിക്റ്റ്. Chances of conflict and hostility among employees who aspire for promotion to the available vacancies may increase. സംഘർഷത്തിന് സാധ്യതയുണ്ടെന്ന്. അതെന്താണെന്നറിയോ? അതെന്താ? അതായത് നമുക്ക് ഒരു ഒഴിവ് വരികയാണ്. This efficiency of those who are not promoted is eliminated and they become dissatisfied. ഇവിടെ സംഘർഷത്തിന് സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും ഒറ്റ ദിവസം ആ കമ്പനിയിൽ വന്നവരാട്ടോ. പക്ഷേ അവിടെ പ്രൊമോഷൻ വന്നപ്പോ വിദ്യക്കാണ് പ്രൊമോഷൻ കിട്ടിയത്. നമുക്കൊരു ചെറിയ കുശുമ്പുണ്ടാവോ? കുശുമ്പുണ്ടാവോ? അല്ലെ? എന്താ, നമ്മൾ ഒരുമിച്ച് വന്നവരല്ലേ? അപ്പൊ ഒരാൾക്ക് മാത്രം അങ്ങനെ ഇതായി കഴിഞ്ഞാൽ അവിടെ ഒരു സംഘർഷത്തിന്, നമ്മുടെ ഇടയിൽ ഒരു സംഘർഷത്തിന് കാരണമാക്കാം. അല്ലേ? ഇല്ലേ? നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലേ? ഉണ്ടാവാം. അങ്ങനെ ഒരു ഇത് വരാം നമുക്ക്. അതാണ് കോൺഫ്ലിക്റ്റ്, സംഘർഷത്തിന് കാരണമാകും. അതിന്റെ ഹോസ്റ്റിലിറ്റി, ഹോസ്റ്റിലിറ്റി വിരോധം. ഹോസ്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ വിരോധാണ്. ചിലപ്പോ ഉണ്ടാവുന്നല്ലോ, ചിലപ്പോ ഉണ്ടാവുന്നല്ലോ, ഉണ്ടാവുമല്ലോ. നമ്മളെല്ലാവരും ഒരു ദിവസം കയറിയതല്ലേ, അല്ലേ? അപ്പൊ നമുക്ക് ആ ഒരു ചെറിയൊരു ഇതുണ്ടാവും. നമുക്ക് എന്താണോ സെയിം ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടല്ലോ, പിന്നെ എന്താണ്, അപ്പൊ എന്നെ എലിമിനേറ്റ് ചെയ്തില്ല എന്നൊരിത് വരൂലേ?
Okay, the chances of conflict, സംഘർഷത്തിനും hostility, വിരോധത്തിനും കാരണമാകും among the employees, employeesന്റെ ഇടയില് സംഘർഷത്തിനും വിരോധത്തിനും കാരണമാകും. who aspire for promotion to the available vacancies may increase. കണ്ടോ, ലഭ്യമായ ഒഴിവുകളിലേക്ക് സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്ന എംപ്ലോയീസിന്റെ ഇടയില് സംഘർഷത്തിനും ഒരു വിരോധത്തിനും കാരണമായ. എന്താ, നിങ്ങൾ ആരും പ്രൊമോഷൻ ആഗ്രഹിക്കല്ലേ? എല്ലാവരും ആഗ്രഹിക്കല്ലേ? നമ്മള് കമ്പനിക്ക് കുറച്ച് പ്രൊമോഷൻ കിട്ടുമെന്ന്, കുറച്ചുകൂടി സാലറി കിട്ടിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം അല്ലെ? ഒരു പ്രൊമോഷൻ നമ്മളെല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഒരാൾക്ക് മാത്രം അങ്ങനെ കൊടുക്കുമ്പോൾ എന്തായാലും നമ്മുടെ ഇടയിൽ ഒരു ചെറിയൊരു വിരോധമോ സംഘർഷ കാരണമാക്കും. The efficiency of those who are not promoted is eliminated. ഇനി എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾ അവിടെ ഉണ്ട്, അവരെ പരിഗണിക്കാതെ അവരെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ they become dissatisfied, നമ്മൾ അസംതൃപ്തരാകും അല്ലെ? അതേ ക്വാളിഫിക്കേഷനില് എലിജിബിൾ ആയിട്ടുള്ള ആളുകളുണ്ട്, ആ പോസ്റ്റിൽ അവരെ നിയമിക്കാതെ ആകുമ്പോൾ, അവരെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഡിസാറ്റിസ്ഫൈഡ് ആകും. പിന്നെ നമുക്കൊരിത് വരൂലേ? കണ്ടോ, സെയിം ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഓരോ ദിവസം നമ്മൾ കയറിയതാ, പക്ഷെ ഇങ്ങനെ പ്രൊമോഷൻ കൊടുത്തപ്പോ നമുക്കൊരിത് വരും. അപ്പൊ നമ്മൾ വിചാരിക്കും, എന്തിനാ ഞാൻ ഇത്ര ഇത് ചെയ്യണത്, എനിക്ക് പ്രൊമോഷൻ കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് പ്രൊമോഷൻ തന്നില്ലല്ലോ എന്നുള്ളത് എനിക്ക് വിചാരിക്കാലോ. അപ്പൊ ഞാൻ എന്താ, പിന്നെ എനിക്ക് ആ ജോലി ചെയ്യുമ്പോൾ എനിക്കൊരു അസംതൃപ്തിയൊക്കെ, ഡിസാറ്റിസ്ഫൈഡ് ആവും നമ്മള്. കണ്ടോ, എഫിഷ്യൻസി ഉള്ളവരെ, the efficiency of those who are not promoted, efficiency ഉള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അവരെ എലിമിനേറ്റ് ചെയ്യാണ്. and they become dissatisfied, അപ്പൊ അവരെന്താകും? ഡിസാറ്റിസ്ഫൈഡ് ആകും, അസംതൃപ്തരാകും. ഇത് 4 എണ്ണമാണ് ഡീമെറിറ്റ്സ് പറഞ്ഞേക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയേ, ഇന്റേണൽ സോഴ്സിന്റെ ഡീമെറിറ്റ്സ് ഏതാ? റെസ്ട്രിക്റ്റഡ് ചോയ്സ്, ചോയ്സ് കുറവാണെന്ന് പറഞ്ഞു. കമ്പനിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ആകുമ്പോൾ പുറമെ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടെങ്കിലും അവരെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. കമ്പനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, ലിമിറ്റഡ് സ്കോപ്പ് ആണ്. രണ്ടാമത്തെയാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇൻബ്രീഡിംഗ് അതെന്താ പറഞ്ഞേക്കുന്നത് അല്ലെ? അതായത് കമ്പനിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരാളെ വേറെ പോസ്റ്റിലേക്ക് ഇടുമ്പോൾ അയാള് ചിലപ്പോ എന്താണ്, പുതിയ ഇതുമായിട്ട് പെട്ടെന്ന് ഇതാവില്ല. അയാള് ചിലപ്പോ പഴയ ജോലി പോലെയും പഴയ ബിഹേവിയറും ഒക്കെ ആയിട്ട് പഴയ പോസ്റ്റിലെ പോലെ പെരുമാറാം. അങ്ങനെ ഒരു പ്രശ്നം വരാം. പിന്നെ അടുത്തതാണ് കോമ്പറ്റീഷൻ ഇല്ല. കോമ്പറ്റീഷന്റെ അബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. എന്തുകൊണ്ടാ? അവർക്കറിയാലോ പ്രൊമോഷൻ എടുക്കുന്ന സീനിയോറിറ്റിയുടെ ബേസിലാണ്. അപ്പൊ അതുകൊണ്ട് പുറമേ നിന്നുള്ള കാൻഡിഡേറ്റ്സ് ഒന്നും അവിടെ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കോമ്പറ്റൻസിന്റെ ആവശ്യമില്ല. പിന്നെ അതുപോലെ അവരുടെ കഴിവുകൾ അവർക്ക് വീണ്ടും വീണ്ടും തെളിയിക്കേണ്ട ആവശ്യമില്ല. എന്താ, പ്രൊമോഷൻ കിട്ടുന്നത് സീനിയോറിറ്റിയിലാണ്, അവർക്കറിയാം. ഇനി അടുത്തതാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. കോൺഫ്ലിക്റ്റ് എന്താണ്? നമുക്ക് ഈ സംഘർഷത്തിനും വിരോധം, ഹോസ്റ്റിലിറ്റി എന്ന് പറഞ്ഞ വിരോധമാണ് കേട്ടോ. ചാൻസസ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഹോസ്റ്റിലിറ്റി, സംഘർഷത്തിനും വിരോധത്തിനും കാരണമാകും. ആര്? എംപ്ലോയീസ് തമ്മില് അല്ലെ? ആ വേക്കൻസിയിലേക്ക് ആ പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന എംപ്ലോയീസിന്റെ ഇടയിൽ ശത്രുതയ്ക്കും വിരോധത്തിനും ഒക്കെ ഇടയാകും. അതായത് നമ്മൾ എഫിഷ്യൻസി ഉള്ള ആ പോസ്റ്റിൽ ഇരിക്കാൻ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ അവര് ഓൾറെഡി എന്താവും? അസംതൃപ്തരാകും. ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നേ? ഓക്കെ അല്ലേ? ഇന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒന്നോടെ ഓക്കെ ആക്കൂലേ? ഓക്കെ, നമ്മൾ ഇന്ന് എന്തൊക്കെ പറഞ്ഞു? ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങിയത് ഏതൊക്കെയായിരുന്നു? നമ്മുടെ എംപ്ലോയി റെഫറല്, പിന്നെ നമ്മുടെ ഫോർമർ എംപ്ലോയി, പിന്നെ പ്രീവിയസ് ആപ്ലിക്കൻസ്, അത്രയും 3 പോയിന്റ് പറഞ്ഞു. പിന്നെ മെറിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒരു ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ മെറിറ്റ്സ്: ഫെമിലിയാരിറ്റി, ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഇന്റേണൽ ടാലന്റ്, എക്കണോമി, സാമ്പത്തികം വേണ്ട, കുറവാണ്, കോസ്റ്റ് കുറവ് മതി, മോട്ടിവേഷണൽ വാല്യൂ, അവരൊരു മോട്ടിവേറ്റ് ചെയ്യിക്കാം. ഇനി ഡീമെറിറ്റ്സ്: റെസ്ട്രിക്റ്റഡ് ചോയ്സ്, ഇൻബ്രീഡിംഗ്, ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, സംഘർഷത്തിന് കാരണമാക്കാം. ഓക്കെ ആണല്ലോ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. എല്ലാവരും ഫോളോ ചെയ്ത് വന്നില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നില്ലേ? ഓക്കെ, പിന്നെ ഒന്ന് വായിച്ചപ്പോ ഒന്ന് മനസ്സിലാക്കാം. ഇത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടിയൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇത് 1 by 1 സെന്റൻസ് ആയിട്ട് ഫുള്ള് വൈപ്പാട്ട് ഇത് പഠിക്കാന്ന് പറഞ്ഞ് നടക്കൂല. നിങ്ങൾ നോക്കിയില്ലേ? ചാപ്റ്റർ നോക്കിയില്ലേ? രണ്ടാമത്തെ ചാപ്റ്റർ നല്ല വിശാലമായ ചാപ്റ്റർ ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഫുള്ള് ബൈപാട്ട് ചെയ്യാൻ പറ്റൂല. പക്ഷെ നമ്മൾ ഓരോന്നും വായിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ വേണം. അത്
ഹെഡിങ് കാണുമ്പോൾ ഇതിന്റെ ഉള്ളിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. സംശയമൊന്നും ഇല്ലല്ലോ അല്ലെ? ഇന്നടുത്ത അർത്ഥം ക്ലിയർ അല്ലേ? ഓക്കെ.